ഹലോ സുഹൃത്തെ, ഇന്ന് നമുക്ക് നമ്മുടെ കർമ്മദോഷം എന്തെന്നും അത് ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കാം. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആത്മാവിലേക്ക് കൊടുക്കുന്നത് എല്ലാം പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് എത്തുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ അല്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരുപാട് വലിയ ഒരു ഹാളിൻ്റെ നടുക്ക് ഇട്ടാലും കുറേ സമയം കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും ഉറുമ്പ് അവിടെ എത്തും. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, ഒരു നീതിയുണ്ട്. ഒരു സ്ഥലത്ത് എന്താണോ കുമിഞ്ഞു കൂടുന്നത് അതിന് സമാനമായിട്ടുള്ള സംഗതികൾ അവിടെ എത്തിയേ പറ്റൂ. ഇപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മേശയിൽ നിറച്ച് ലോഹങ്ങളുടെ പൊടികൾ നിരത്തുകയാണെന്ന് കരുതുക. ഇരുമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും വെള്ളിയുടെയും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. കാന്തം കാണിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് മാത്രമല്ലേ ആകർഷിക്കപ്പെടുന്നുള്ളൂ. ഇതുപോലെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് തരത്തിലുള്ള ഇമോഷനാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിന് യോജിച്ച രീതിയിലുള്ളത് അല്ലെങ്കിൽ സമാനമായതാണ് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഒരു വേസ്റ്റ് കൂമ്പാരം ഉണ്ടെങ്കിൽ, ദുർഗന്ധം വമിച്ച് കിടക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്നത് എന്തായിരിക്കും? കുറേ കൃമികളും കീടങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് എന്താണോ അവിടെ ഒരുപാട് കൂടിയിരിക്കുന്നത് അതിലേക്ക് അതിന് സമാനമായിട്ടുള്ള സംഗതികൾ വന്നു ചേരും. അതാണ് കൃമികളും കീടങ്ങളും ഒക്കെ വന്നു ചേർന്നത്. അതായത് ആ ഒരു കാര്യങ്ങൾ പ്രപഞ്ചശക്തി തീർച്ചയായിട്ടും അവിടേക്ക് എത്തിച്ചിരിക്കും. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കുന്നോ, ആ ഫോക്കസ് എന്താണോ അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. ഇതാണ് സയൻസ് എങ്കിലും പലരിലും ഇത് സംഭവിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് അഫർമേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അങ്ങനെ നിരന്തരം ചിലപ്പോൾ 100 കണക്കിന് ടൈംസ് നിങ്ങൾ എഴുതാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്കത് സംഭവിക്കുന്നില്ല? അത് വലിയൊരു ചോദ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യത്തിന് പലരും വ്യക്തത കൊടുക്കാറില്ല. അതായത് എന്തുകൊണ്ട് എല്ലാവർക്കും സാധിക്കുന്നില്ല? ഇനി അതിനുള്ള പരിഹാരം എന്താണ്? ഒരു റാന്തൽ വിളക്കിൻ്റെ ചിമ്മിനിയിൽ കരിയുണ്ട് എങ്കിൽ അകത്തുള്ള പ്രകാശം പുറത്തേക്ക് വരില്ല എന്ന് കരുതി റാന്തൽ വിളക്കിനുള്ളിൽ, അതായത് ദീപം തെളിയുന്നില്ല എന്നല്ല അർത്ഥം. അവിടെ പ്രകാശമുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. ഈ പ്രകാശം അകത്തുണ്ടെങ്കിലും ഈ കരിയെ കളയാൻ, അതായത് റാന്തൽ വിളക്കിൻ്റെ ചിമ്മിനിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയെ കളയാൻ എന്താണ് മാർഗം? ഈ കരിയാണ് കർമ്മദോഷം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും ഇന്നലകളിലെ കർമ്മത്തിൻ്റെ ഫലമാണ്. നിങ്ങളുടെ കർമ്മദോഷത്തിൻ്റെ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ഓറ അത് നിങ്ങളെ എല്ലാം വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ നടക്കില്ല. എന്താണ് കർമ്മദോഷം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ നമുക്ക് വേണം. നമ്മൾ കേട്ടിട്ടുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നമ്മളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും എന്തുമായിക്കൊള്ളട്ടെ, അതിന് സമാനമായിട്ടുള്ളത് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരുന്നു. ചില ആളുകൾ പറയും, നമ്മളോട് ദുഷ്പ്രവൃത്തി ചെയ്തവരും ചതി വഞ്ചന ഇതൊക്കെ കാണിച്ചവരും ഇവരൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നത്, ഇവർക്കെന്താ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും സംഭവിക്കാത്തതെന്ന്. നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പുറമേ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും നിങ്ങളെക്കാൾ കഷ്ടത്തിലാണ് അവരുടെ അവസ്ഥ എന്ന്. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇതിനെ തിരിച്ചറിഞ്ഞ് റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും അകറ്റി നിങ്ങളുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ച കർമ്മദോഷം എന്ന കരി നീക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം മനോഹരമായി തെളിയുകയും ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും.